മുയിപ്പോത്ത് ഗ്രാമവാസികൾ ശശി മാസ്റ്ററുടെ വീട്ടുമുറ്റത്ത് ഒരുമിച്ച് കൂടും. അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിലിരുന്നവർ പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കും. കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ നമ്മളെ ഇങ്ങനെ വിദ്യാഭ്യാസം ചെയ്യിച്ച് ജോലിയൊക്കെ ആക്കി ഈ രീതിയിലൊക്കെ വളർന്നപ്പോൾ അവരുടെ ഓർമ്മയും കൂടി നിലനിൽക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് അമ്മയുടെ ഓർമ്മക്കായ ഒരു വായനശാല എന്നുള്ള ഒരു ആശയത്തിൽ ഇത് 2 വർഷം മുമ്പ് തുടങ്ങാൻ നമ്മൾ തയ്യാറായത്. വായനശാലയുടെ ഒരു പ്രത്യേകത അതിന് മെമ്പർഷിപ്പോ അല്ലെങ്കിൽ മാസപരിസംഖ്യയോ പുസ്തകം കൊണ്ടുപോയി ഇത്ര ദിവസം കൊണ്ട് തിരിച്ചു തരണമെന്നുള്ള മറ്റു നിബന്ധനകളോ ഇല്ല. ആർക്കും ഏത് സമയത്തും വന്നാൽ നമ്മൾ പുസ്തകം എടുത്ത് കൊടുക്കും. അവർ നമ്മളെ വിളിച്ചാൽ നമ്മൾ അവർക്ക് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പുസ്തകം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമുണ്ട്. രണ്ടു വർഷം മുമ്പാണ് ഈ ഗ്രാമത്തിൽ ഒരു അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അക്ഷരസ്മാരകം എന്ന നിലയിൽ എഴുത്തും വായനയും ലൈബ്രറി സ്ഥാപിക്കപ്പെടുന്നത്. ശശിമാഷയുടെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സ്മാരകം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം മുകുന്ദനാണ് ഈ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത്. കുടുംബക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി കുടുംബ വായനശാല എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു വരണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാടുകളിലൊക്കെ പല സ്മാരകങ്ങളും വരുന്ന ഒരു കാലമാണിത്, പല രീതിയിൽ. പക്ഷേ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ലൈബ്രറി സ്ഥാപിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ അനുഭവമാണ്. ശശിമാഷ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഏകദേശം 11 ലക്ഷം രൂപ മുടക്കിയാണ് ഈ ലൈബ്രറി സ്ഥാപിച്ചത്. ചെറിയ കാര്യമല്ല. ഇത്രയും വായനയെയും അക്ഷരങ്ങളെയും സ്നേഹിക്കുന്ന ഒരു മകൻ ഉണ്ടാവുക എന്നുള്ളത് ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഓർമ്മകൾ തന്നെയാണ്. റിട്ടയേർഡ് അധ്യാപകരായ ശശി മാസ്റ്ററും ഭാര്യ ശൈലജ ടീച്ചറും വായനയുടെ പുതുവസന്തം നാടിന് സമർപ്പിച്ച് മാതൃകയാവുകയാണ്. സാഹിത്യനഗരം എന്ന കോഴിക്കോടിൻ്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുകയാണ് പേരാമ്പ്രക്കാരുടെ എഴുത്തും വായനയും ലൈബ്രറി.